ഇന്നത്തെ വീഡിയോ ഇലയുടെയാണ്. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുണ്ടാവും. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള തേങ്ങ ചിരകി വെക്കുക. പിന്നെ മധുരത്തിനുള്ള ശർക്കരയും പാവാക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, വെള്ളം വറ്റണ വരെ. എന്നിട്ട് അതിലേക്ക് ലേശം നെയ്യും കൂടി ആഡ് ചെയ്യാം. ഇവിടെ അമ്മ ആഡ് ചെയ്തിട്ടുണ്ട്, അത് വേണമെന്നില്ല, അത് ഓപ്ഷനിലാണ്. പിന്നെ മാവ് ആദ്യം കുഴച്ച് വെക്കണം കേട്ടോ. നൈസായിട്ടുള്ള പൊടിയിലാണ് കുഴച്ച് വെക്കുന്നത്, ചൂടുവെള്ളം കൊണ്ട്. എന്നിട്ട് അത് ഇലയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിയ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വെള്ളം തൊട്ട് പരത്തുകയാണ് ചെയ്യുന്നത്. എനിക്ക് അത്ര ഭംഗിയിൽ വരുത്താൻ ഇഷ്ടമില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഭംഗിയിൽ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് തേങ്ങ ശർക്കര ഉണ്ടല്ലോ, അതൊരു സൈഡിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഇങ്ങനെ അടയ്ക്കുക. അപ്പോഴേ അതിലേക്ക് യോജിക്കില്ലെങ്കിൽ തുറക്കും അത് കേട്ടോ. പിന്നെ നമ്മൾ ഞാനും അമ്മയും കൂടി ഇത്രയും പരത്തിയിട്ടുണ്ട്. അതിൽ ഭംഗിയില്ലാത്ത പരത്തിയത് അമ്മയും, ഭംഗിയില്ലാത്ത പരത്തിയത് ഞാനുമാണ് കേട്ടോ. എന്നിട്ട് ഇനി ലാസ്റ്റ് തട്ടി തുടച്ചാൽ കിട്ടുമല്ലോ, കുറച്ച് ബാക്കിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കുകയും ചെയ്തിട്ടോ. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ഭാഗത്തുള്ളവർക്ക് അറിയുണ്ടാവും, അങ്ങാടിപ്പുറത്ത് തിരുമാതാംകുന്ന് അമ്പലത്തിൽ രക്തപുഷ്പാഞ്ജലിക്ക് ഇങ്ങനത്തതാണ് കിട്ടുക കേട്ടോ. ഇത് നമ്മൾ ഇതൊക്കെ ആവിയിൽ വേവിച്ചെടുക്കുക. ആവിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അതേ നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. ട്രൈ ചെയ്ത് നോക്കൂ.